നെക്സ്റ്റ് നോക്കുന്നത് ബാലൻസിങ് ദ ട്രാവേഴ്സ്. ഇപ്പോൾ ട്രാവേഴ്സിൽ വരുന്ന കമ്പ്യൂട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി, ആ കമ്പ്യൂട്ടേഷനായിട്ട് ബന്ധപ്പെട്ട എറേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി അല്ലേ. അപ്പോൾ എറേഴ്സ് ഒന്നും വരാതെ എങ്ങനെയാണ് ട്രാവേഴ്സിനെ ബാലൻസ് ചെയ്യുന്നത്, ഓക്കെ, അതിനെ കുറിച്ചാണ് നമ്മളിനി നോക്കുന്നത്. ദ ടേം ബാലൻസിങ് ഈസ് ജനറലി അപ്ലൈഡ് ടു ദ ഓപ്പറേഷൻ ഓഫ് അപ്ലൈയിങ് കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ. ഓക്കെ, അതായത് ലാറ്റിറ്റ്യൂഡിലും ഡിപ്പാർച്ചറിലും കറക്ഷൻസ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിഗ്മ എൽ ഈസ് ഈക്വൽ ടു 0, സിഗ്മ ഡി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താണ് അവിടെ എറേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഒരു ക്ലോസ് ട്രാവേഴ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കോമൺ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ബോഡിച്ച് മെത്തേഡ്, ട്രാൻസിറ്റ് മെത്തേഡ്സ്, ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് ആക്സിസ് മെത്തേഡ്. ഓക്കെ, ഈ 4 മെത്തേഡ് നമ്മൾ നോക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നോക്കുന്നത് ബോഡിച്ച് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ബോഡിച്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് എറേഴ്സ് ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ എറേഴ്സിന് കറക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ബോഡിച്ച് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ടു ബാലൻസ് ട്രാവേഴ്സ് വെയർ ലീനിയർ ആൻഡ് ആംഗുലർ മെഷർമെന്റ്സ് ആർ ഈക്വൽ പ്രിസിഷൻ. ഓക്കെ, അതായത് ലീനിയർ മെത്തേഡ്സ് അല്ലെങ്കിൽ ലീനിയർ മെഷർമെന്റ്സും ആംഗുലർ മെഷർമെന്റ്സും എല്ലാം ഒരേ പ്രിസിഷനിലാണ് എടുത്തതെങ്കിൽ, ഓക്കെ, ഒരേ ആക്യുറസിയിലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ ബോഡിച്ച് മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതായത് അവിടുത്തെ ടോട്ടൽ എറർ എന്ന് പറയുന്നത്, ഓക്കെ, ലാറ്റിറ്റ്യൂഡിലും ഡിപ്പാർച്ചറിലും വരുന്ന ടോട്ടൽ എറർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓരോ സൈഡ്സിന്റെയും ലെങ്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ ലെങ്ത് ഓഫ് സൈഡ്സ്. ഓക്കെ, അപ്പോൾ ലീനിയർ മെഷർമെന്റ്സിൽ വരുന്ന എറേഴ്സ് ആണെങ്കിൽ എന്താണ്, റൂട്ട് എല്ലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, ആംഗുലർ മെഷർമെന്റ്സിൽ വരുന്നതാണെങ്കിൽ റൂട്ട് എല്ലിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, അതായത് എറേഴ്സിന്റെ കേസാണ് പറയുന്നത്. ലീനിയർ മെഷർമെന്റ്സിലാണ് വരുന്നതെങ്കിൽ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ആംഗുലർ മെഷർമെന്റ് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ. ഓക്കെ, നമുക്ക് ഒറിജിനൽ വാല്യൂ കിട്ടുന്നത് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഒബ്സർവ്ഡ് വാല്യൂവിന്റെ കൂടെ നമ്മുടെ കറക്ഷൻ കൂടെ അപ്ലൈ ചെയ്യും. അതായത് നമ്മൾ എറേഴ്സ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ കൂടെ കറക്ഷൻ, അതിന് പറ്റിയ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന ഒരു കറക്ഷൻ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുന്നത്, ഒറിജിനൽ വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പോൾ ബോഡിച്ച് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് ലീനിയർ ആൻഡ് ആംഗുലർ മെഷർമെന്റ്സ് ഈക്വൽ പ്രിസിഷനിൽ നമ്മൾ എടുക്കുമ്പോഴാണ്. ഓക്കെ, ആ പോയിന്റ് നോക്കുക. ഓക്കെ, പിന്നെ നോക്കുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ വരുന്ന കേസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ വരുന്ന കേസും നോക്കും. ഓക്കെ, ഇപ്പോൾ ബോഡിച്ച് റൂള് പറയുന്നത് എന്താണ്, കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് ഓർ ഡിപ്പാർച്ചർ ഓഫ് എനി സൈഡ്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു സൈഡ്, ഓക്കെ, ഏതെങ്കിലും ഒരു സൈഡിന്റെ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡിപ്പാർച്ചറിന്റെ കറക്ഷൻ, അതിൽ അപ്ലൈ ചെയ്യുന്ന കറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് ഓർ ഡിപ്പാർച്ചർ ഇൻറ്റു ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഓഫ് ട്രാവേഴ്സ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു സൈഡ് കൺസിഡർ ചെയ്തേക്കാം, ഏതെങ്കിലും ഒരു ലൈൻ കൺസിഡർ ചെയ്തേക്കാം, അതിന്റെ ലാറ്റിറ്റ്യൂഡിന് എന്ത് എററാണ് അല്ലെങ്കിൽ ആ ലാറ്റിറ്റ്യൂഡിന് എന്ത് കറക്ഷൻ നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് നമുക്കറിയാം. ഓക്കെ, ഇൻറ്റു ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഓഫ് ട്രാവേഴ്സ്. ഇതുപോലെ തന്നെയാണ് ആ ലൈനിന്റെ അല്ലെങ്കിൽ ആ സൈഡിന്റെ ഡിപ്പാർച്ചറിന് വരുന്ന കറക്ഷൻ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് CL, അതായത് കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എൽ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ സിഗ്മ എൽ. സിഗ്മ എൽ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്, അതായത് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന എല്ലാ ലൈൻസിന്റെയും സം അല്ലെ പെരിമീറ്റർ. ആൻഡ് CD എന്ന് പറയുന്നത് സിഗ്മ ഡി ഇൻറ്റു എൽ ബൈ സിഗ്മ എൽ അല്ലെ. CL എന്ന് പറഞ്ഞാൽ കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് ഓഫ് എനി സൈഡ്, CD എന്ന് പറയുന്നത് ഡിപ്പാർച്ചർ ആണ് അല്ലെ, കറക്ഷൻ ടു ഡിപ്പാർച്ചർ ആണ്. സിഗ്മ എൽ ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ്, സിഗ്മ ഡി എന്ന് കൊടുത്തേക്കുന്നത് എന്താണ് ഇവിടെ, ടോട്ടൽ എറർ ഇൻ ഡിപ്പാർച്ചർ. ഓക്കെ, സിഗ്മ എൽ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ട്രാവേഴ്സ് ആൻഡ് എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എനി സൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഓരോ സൈഡിന്റെയും അല്ലെങ്കിൽ ഓരോ ലൈനിന്റെയും
കറക്ഷൻസ് ലാറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഡിപ്പാർച്ചറിൽ വരുന്ന കറക്ഷൻസ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ബോഡിച്ച് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസിറ്റ് റൂൾ അല്ലെങ്കിൽ ട്രാൻസിറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിറ്റ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ആംഗുലാർ മെഷർമെന്റ്സ് ആർ മോർ പ്രിസൈസ് ദാൻ ലീനിയർ മെഷർമെന്റ്സ് അല്ലേ. അതായത് ആംഗുലർ മെഷർമെന്റ്സ് ലീനിയർ മെഷർമെന്റ്സിനേക്കാളും കൂടുതൽ ആക്യുറസി പ്രിസൈസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കേസിലാണ് ട്രാൻസിറ്റ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ആദ്യം പറഞ്ഞത് ഏതാണ്? ബോഡിച്ച് മെത്തേഡ് എന്തിനാണ് പറഞ്ഞത്? ലീനിയറും ആംഗുലറും ഒരേ പൊസിഷനിൽ അല്ലെ ഒരേ ആക്യുറസിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബോഡിച്ച് മെത്തേഡാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ആംഗുലർ മെഷർമെന്റ്സ് ആണ് കൂടുതൽ പ്രിസൈസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അവിടെ ട്രാൻസിറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് സൈഡ്സ്. ഓക്കെ, അതായത് ഓരോ സൈഡിന്റെയും ലാറ്റിറ്റ്യൂഡിലും ഡിപ്പാർച്ചറിലും നമ്മൾ എറേഴ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ സൈഡിന്റെ തന്നെ ലാറ്റിറ്റ്യൂഡിന്റെയും ഡിപ്പാർച്ചറിന്റെയും വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എററും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആംഗിൾസ് ആർ ലെസ് അഫക്റ്റഡ് ബൈ കറക്ഷൻസ് അല്ലെ. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്കറിയാം എന്താണ് ആംഗുലർ മെഷർമെന്റ്സ് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആംഗിൾസിൽ വലുതായിട്ട് എറേഴ്സ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ വലുതായിട്ട് കറക്ഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല കമ്പയർഡ് ടു ബോഡിച്ച് മെത്തേഡ് അല്ലെ. തൊട്ട് മുന്നത്തെ പോലെ തന്നെ ഒറിജിനൽ വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒബ്സർവ്ഡ് വാല്യൂവിന്റെ കൂടെ കറക്ഷൻ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഒറിജിനൽ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ റൂള് പറയുന്നത്, ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് ഓർ ഡിപ്പാർച്ചർ ഓഫ് എനി സൈഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ് ഓർ ഡിപ്പാർച്ചർ ഇൻറ്റു ലാറ്റിറ്റ്യൂഡ് ഓർ ഡിപ്പാർച്ചർ ഓഫ് ദാറ്റ് ലൈൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഓർ ഡിപ്പാർച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ഇത്രയും പാർട്ടിൽ ചെറിയ ചേഞ്ചസ് വരണം അല്ലെ. തൊട്ട് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സൈഡിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഓഫ് ദ ട്രാവേഴ്സ്, അങ്ങനെയാണ് ഇക്വേഷൻ വന്നത് ബോഡിച്ച് മെത്തേഡിൽ. ഇവിടെ വരുന്നത് ഇതാണ് ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ലൈൻ അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ഓഫ് ദാറ്റ് ലൈൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഓർ അരിത്തമെറ്റിക് സം ഓഫ് ഡിപ്പാർച്ചർ. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ച് ഇവിടെ വരുന്നത് അത് നോട്ട് ചെയ്യും. ഡി എന്ന് പറഞ്ഞാൽ ഡിപ്പാർച്ചർ ഓഫ് എനി സൈഡ്, എൽ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ്, എൽ ടി എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഡി ടി എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സം ഓഫ് ഡിപ്പാർച്ചർ. ഓക്കെ, അതുകൂടി നോട്ട് ചെയ്യും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൂളാണ് ട്രാൻസിറ്റ് റൂൾ. ഓക്കെ, തേർഡ് വൺ ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ റഫ് സർവേസ് അതായത് കോമ്പസ് സർവേ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യാണ്, കോമ്പസ് ട്രാവേഴ്സ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കേസസിലാണ് നമ്മൾ എന്താണ് ഗ്രാഫിക്കൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ബോഡിച്ച് റൂള് ഗ്രാഫിക്കലി അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു എന്താണ് ട്രാവേഴ്സ് നമ്മൾ ഫീൽഡിൽ നോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫീൽഡിൽ ചെയ്യാൻ പോവാണ്, നമ്മുടെ കയ്യിൽ മെഷർമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫീൽഡിൽ പ്ലോട്ട് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ പോയിന്റ് നോട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് ഗ്രാഫിക്കലി ഒരു പേപ്പറിൽ അല്ലെങ്കിൽ അല്ലാതെ നോക്കുക അല്ലേ, ഗ്രാഫിക്കൽ മെത്തേഡിൽ വരച്ച് നോക്കുക. അപ്പോഴാണ് നമുക്ക് എന്ന് പറയുന്നത് അവിടുത്തെ എറേഴ്സും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ കറക്ഷൻസ് എല്ലാം അപ്ലൈ ചെയ്ത് നമുക്ക് കറക്റ്റ് ഒരു ട്രാവേഴ്സ് കിട്ടും. ഓക്കെ, ബാലൻസ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഗ്രാഫിക്കൽ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ വരുന്ന ഒരു ഫിഗർ ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ വരുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോളിഗൺ എ ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എ ഡാഷ് ഓക്കെ represents an unbalanced traverse having a closing error equal to a dash. Since first point A and last point A dash are not coinciding. Okay, എന്താണ് ഫിഗർ നോക്കാം. ഫിഗറിൽ പറയുന്നത് എ ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എ ഡാഷ്. ഓക്കെ, അതായത് ഈ ഒരു ഡയറക്ഷനിലാണ്, അതായത് എ ബി ഡാഷ് ഈ ഒരു ട്രാവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്
അതായത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ട്രാവേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇവിടെ എറേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് എയിൽ തുടങ്ങിയിട്ട് എയിൽ തന്നെ നിൽക്കുന്നില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എ ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എ ഡാഷ് അങ്ങനത്തെ ഒരു ട്രാവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ നിൽക്കാത്തത് കൊണ്ട് നമുക്കറിയാം അവിടെ എറേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ നിൽക്കുന്ന ഒരു ട്രാവേഴ്സ് ആക്കി ഇതിനെ മാറ്റണം. അതാണ് ബാലൻസിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? The total closing error A dash A is distributed linearly to all sides in proportion to their length by graphical construction as shown in figure. ഓക്കെ, എന്താണ് പറയുന്നത്? അതായത് നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് ഓരോ പോയിന്റ്, അതായത് എ എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് നമുക്കറിയാം, അത് കറക്റ്റ് ആയിരിക്കും. ആ പോയിന്റ് തന്നെ എൻഡ് ചെയ്തില്ല അല്ലെ, ആ പോയിന്റ് തന്നെ എൻഡ് ചെയ്തിരുന്നെങ്കിൽ അവിടെ എറേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന എന്താണ്, എയിൽ നിന്ന് തുടങ്ങി എ ഡാഷിൽ നിന്ന്, അപ്പോൾ അവിടെ എ ഡാഷ് എന്ന് പറയുന്ന ഒരു ക്ലോസിങ് എറർ വരുന്നു. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇ അല്ലെ. അപ്പോൾ ഈ ഇ എന്ന് പറയുന്ന എറർ നമ്മൾ ഓരോ പോയിന്റിലും, ഓക്കെ, ഓരോ സ്റ്റേഷനിലും അപ്ലൈ ചെയ്യും. ഓക്കെ, അതായത് എ ഡാഷ് എ എന്ന് പറയുന്ന ആ ഒരു എറർ എല്ലാ സ്റ്റേഷൻസിലും അപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പോയിന്റ് കിട്ടും. അപ്പം അങ്ങനെ എല്ലാ പോയിന്റ്സിലും ലീനിയർലി നമ്മൾ എന്താണ് ആ എറേഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അത് ഇ എന്ന് പറയുന്ന വാല്യൂ, ഇ എന്ന് പറയുന്ന എറർ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ തന്നെ എല്ലാ പോയിന്റിലും കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. അതായത് ഓരോ പോയിന്റിലേക്ക് വരുന്നതോറും എറർ കൂടിക്കൂടിയാണ് വരുന്നത്. ഇപ്പം എയിൽ എറർ ഇല്ല, ബി ഡാഷ് സി ഡാഷ് അങ്ങനെ പോകും തോറും എറർ കൂടിക്കൊണ്ടാണ് വരുന്നത് അല്ലേ. ഒരു ലീനിയർലി വേരിയേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇ എന്ന് പറയുന്ന എറർ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പോയിന്റ്സിലും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എറർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു ഗ്രാഫിക്കൽ കൺസ്ട്രക്ഷൻ അവിടെ കൊടുത്തത്. ഓക്കെ, അതായത് എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന എററാണ് ഇ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്തു, എ ഡാഷ് എ എന്ന് പറയുന്ന ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്താണ് ആ ലൈൻ വരച്ചേക്കാണ് എ ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എ ഡാഷ്. ഓക്കെ, അപ്പോൾ എ ഡാഷിൽ വരുന്ന എററാണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലൊരു സൈഡിൽ നമ്മളൊരു ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് വരയ്ക്കുന്ന പേപ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആ ഇ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ആദ്യം വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു എ വരെ നമ്മൾ എന്താണ് ലീനിയർലി ഒരു ലൈൻ വരയ്ക്കുക. ലീനിയർ വേരിയേഷൻ ആണ്, അപ്പോൾ ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇ എന്ന് പറയുന്ന ലൈന് കറസ്പോണ്ടിങ് വരുന്ന ലെങ്ത് ആണ് ഇവിടുത്തെ എറർ അല്ലെ. ഡി ഡാഷിന് കറസ്പോണ്ടിങ് വരുന്നതാണ് ഇവിടുത്തെ എറർ, അതായത് ഡി ഡാഷ് സ്മോൾ ഡി. അടുത്തത് സി ഡാഷ് സ്മോൾ സി, ബി ഡാഷ് സ്മോൾ ഡി. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റിലും വരുന്ന, ഓരോ സ്റ്റേഷൻസിലും വരുന്ന എറേഴ്സ് വാല്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ കൊടുത്തത്, ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ കൺസ്ട്രക്ഷൻ അവിടെ കൊടുത്തത് അല്ലേ. നമ്മൾ ഗ്രാഫിക്സിൽ ഇങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇങ്ങനെ നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരാൻ നേരത്തെ ഇങ്ങനെ ഒരു മെഷർമെന്റ് നമ്മൾ എടുക്കുന്നു അല്ലെ. അതുപോലെ തന്നെ ആ ഒരു വെർട്ടിക്കൽ ലെങ്ത്, ഓക്കെ, ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലീനിയർ കൺസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, എ ബി ഡാഷ് ബി ഡാഷ് സി ഡാഷ് സി ഡാഷ് ഡി ഡി ഡാഷ് ഇ ഡാഷ് ആൻഡ് ഇ ഡാഷ് എ ഡാഷ് represent the length of sides of traverse either to the same scale or to a reduced scale. ഓക്കെ, അതായത് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഈ ലൈനുകളാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഓരോ ലൈനുകളും അല്ലെ. ഈ ലൈനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കറക്റ്റ് വാല്യൂ അല്ല, അല്ലെങ്കിൽ കറക്റ്റ് ലൈൻ അല്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്കെയിലിൽ വരച്ചേക്കുന്നതായിരിക്കും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് വരുന്ന എറേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ എ ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് എ എന്ന് പറയുന്ന ക്ലോസിംഗ് എററിന് ഈക്വൽ ആണ്. ഓക്കെ, എ ഡാഷ് എ എന്ന് പറയുന്ന ക്ലോസിംഗ് എററിന് ഈക്വൽ ആണ് എ ഡാഷ്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമ്മൾ ഓരോ പോയിന്റിന്റെയും എന്താണ് എറേഴ്സ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഓരോ ലൈനിലും വരുന്ന എറേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക.
തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഇ ഡാഷ്, ഡി ഡാഷ്, സി ഡാഷ്, ബി ഡാഷ്. ഓക്കെ, അങ്ങനെ ഓരോ പോയിന്റിന്റെയും എറേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോ പോയിന്റിലെയും എറർ കണ്ടുപിടിക്കുമ്പോൾ ഓക്കെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ എ ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനിന് അല്ലെ, ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ എന്ന് പറയുന്ന വാല്യൂ കിട്ടും അല്ലെ. പിന്നെ ഓരോ സ്റ്റേഷനിലും വരുന്ന എറേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അല്ലെ. അപ്പൊ ഈ വാല്യൂസ് ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു നെക്സ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എ ഉണ്ട്, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എ ഉണ്ട്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്, ഇ ഡാഷ് ആൻഡ് എ ഡാഷ്. ഇത്രയും പോയിന്റ്സ് നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എ ഡാഷ് നമുക്കറിയാം, ഇ എന്ന് പറയുന്ന വാല്യൂ അറിയാം. അപ്പൊ ഈ ഒരു കൺസ്ട്രക്ഷൻ, ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമുക്ക് എന്താണ് ഓരോ സ്റ്റേഷനിലെയും എറേഴ്സ് കിട്ടും. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ എ ഡാഷ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ അല്ലെ, ആ ഒരു ലൈനിന് പാരലൽ ഡയറക്ഷൻ അല്ലെങ്കിൽ പാരലൽ ആയിട്ട് എല്ലാ സ്റ്റേഷനിലും ആ എറർ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇ ഡാഷ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, ഇ അതവിടെ അപ്ലൈ ചെയ്യാം. ഡി ഡാഷ് ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് എടുക്കുകയാണ്, ഡി ഡാഷ് ഡി. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും, അത് ഈ ലൈനിന് പാരലായിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടും? എ ബി സി ഡി ഇ എ. ഓക്കെ, അങ്ങനെ എ ബി സി ഡി ഇ എ എന്ന് പറയുന്ന ഒരു ക്ലോസ് ട്രാവേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്സിസ് മെത്തേഡ്. അപ്പൊ ഇതും ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഓക്കെ, യൂസ്ഡ് വെൻ ആംഗിൾസ് ആർ മെഷേർഡ് വെരി ആക്യുറേറ്റ്. ഓക്കെ, ആംഗിൾസ് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആക്സിസ് മെത്തേഡ് യൂസ് ചെയ്യാറ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കറക്ഷൻസ് അപ്ലൈ ചെയ്യുന്നത് ലെങ്തിലായിരിക്കും. ഓക്കെ, thus direction of the lines are unchanged and the general shape of the polygon is preserved. ഓക്കെ, അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, ലെങ്തിൽ മാത്രമായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ആക്സിസ് മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്സിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ ബാലൻസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു അൺബാലൻസ്ഡ് പോളിഗൺ അല്ലേ. നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത്, നമ്മുടെ സർവേ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു അൺബാലൻസ്ഡ് അല്ലെ. എറർ ഉണ്ടെങ്കിൽ, എറർ ഇല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, മിക്ക കേസുകൾ അല്ലെ, എല്ലാ കേസുകളും ഇങ്ങനെ ഒരു ചെറിയ എറർ കാണും, അത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം കിട്ടുന്നത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോളിഗൺ അല്ലെ, ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. ഒരു ക്ലോസ്ഡ് ആകത്തില്ല, അൺബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ആക്കുന്നതാണ് നമ്മൾ ബാലൻസ് ആയിട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അൺബാലൻസ്ഡ് പോളിഗൺ എ ബി സി ഡി ഇ എഫ് A1. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു പോളിഗൺ നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെയാണ്? A1 സോറി എ ബി സി ഡി, സ്മോൾ ഡി ആണ്, സ്മോൾ ഇ, സ്മോൾ എഫ് ആൻഡ് A1. ഓക്കെ, അതായത് എയിൽ നിന്ന് തുടങ്ങി എയിൽ തീരുന്നില്ല, എയിൽ അവസാനിക്കുന്നില്ല, എ ഡാഷിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു അൺബാലൻസ്ഡ് പോളിഗൺ ആണ് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, എന്താണ്? അവിടുത്തെ ക്ലോസിംഗ് എറർ. ഏതാണ്? A1A അല്ല, എയിൽ നിന്ന് തുടങ്ങി A1ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലോസിംഗ് എറർ എന്ന് പറഞ്ഞാൽ A1A ആണ് അല്ലെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് join A1A and produce it to cut the side CD in X. The line A1X is known as the axis of the adjustment. ഓക്കെ, അതായത് A1A നമ്മൾ എന്താണ് ജോയിൻ ചെയ്യുകയാണ്. അതായത് A1ഉം Aയും തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ലൈനിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്ത് CD എന്ന് പറയുന്നു. ഓക്കെ, സ്മോൾ സി ഡി എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ABCDE എന്ന് പറയുന്ന ഈ ക്യാപിറ്റൽ ABCD എന്ന് പറയുന്ന ക്ലോസ്ഡ് ട്രാവേഴ്സ് നമ്മുടെ കയ്യിലില്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ ഈ ഒരു അൺബാലൻസ്ഡ് പോളിഗൺ മാത്രമേ ഉള്ളൂ. നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു പോളിഗൺ മാത്രമേ ഉള്ളൂ. അതിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് A1A എന്ന് പറയുന്ന ലൈൻ
എക്സ്റ്റെൻഡ് ചെയ്ത് സി ഡി, സ്മോൾ സി ഡി എന്ന് പറയുന്ന ലൈനിൽ വന്ന് ടച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ വന്ന് ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ A1 എക്സ് എന്ന് പറയുന്ന ഈ ഒരു ലൈനിനെയാണ് എന്തെന്ന് പറയുന്നത്, ആക്സിസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആക്സിസ് എന്ന് പറയുന്നത് A1 എക്സ് ആണ്. അപ്പൊ ഈ ആക്സിസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫിഗറിനെ എന്താണ്, ഏകദേശം 2 ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2 ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ആക്സിസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് ബൈസെക്ട് A1A. ഓക്കെ, A1A ബൈസെക്ട് ചെയ്യാം. A1A. ഓക്കെ, A1A എന്ന് പറയുന്ന ലൈൻ നമ്മൾ ബൈസെക്ട് ചെയ്യാം. അതിന്റെ കറക്റ്റ് സെന്റർ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ജോയിൻ XB, XE ആൻഡ് XF. നെക്സ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് X എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, XB, X സ്മോൾ ബി നമ്മൾ ജോയിൻ ചെയ്യാണ്, ഡോട്ട് ലൈനിൽ ജോയിൻ ചെയ്യാണ്. XE ജോയിൻ ചെയ്യാണ്, XE നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ ലൈൻസും, അതായത് XB, XF, XE നമ്മൾ ജോയിൻ ചെയ്തു. ഡോട്ട് ലൈൻസിൽ കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ത്രൂ എ ഡ്രോ എ പാരലൽ ടു AB കട്ടിംഗ് XB പ്രൊഡ്യൂസ്ഡ് ഇൻ B. ഓക്കെ, അതായത് എയിൽ കൂടി ഒരു പാരലൽ വരയ്ക്കും, അതായത് AB-ക്ക് പാരലൽ ആയിട്ട് വരയ്ക്കും. നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്കിവിടെ നമ്മളൊന്ന് ബി എക്സിൽ നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. XB ഉണ്ട്, ഓക്കെ, XF ഉണ്ട്, XE ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, A1A എന്ന് പറയുന്ന ലൈൻ നമ്മൾ ബൈസെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പോയിന്റ് ആണ്, ആ ബൈസെക്ട് ചെയ്യുന്ന ആ ഒരു സെൻട്രൽ പോയിന്റ് ആണ് നമ്മുടെ A എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിനി ചെയ്യേണ്ടത് ഈ AB എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, എയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കും, AB-ക്ക് പാരലൽ ആയിട്ട് എയിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് XB എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, XB എന്ന് പറയുന്ന ഈ എക്സ്റ്റൻഷൻ ഉണ്ട്, അതിനെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, XB എന്ന് പറയുന്ന ലൈനിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ ഈ ഒരു പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, B. ഓക്കെ, അപ്പോൾ പാരലലും ഈ ഒരു ബിയിൽ നിന്ന് വരുന്ന എക്സ്റ്റൻഷനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് B. അപ്പോൾ നമുക്ക് AB എന്ന് പറയുന്ന സൈഡിൽ. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതുപോലെ ഇതേ സ്റ്റെപ്പാണ് എല്ലാ പോയിന്റ്സും കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബിയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, അതായത് BC-ക്ക് പാരലായിട്ട്, BC എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് BC എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, സ്മോൾ BC-ക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. നമ്മൾ ചെയ്യേണ്ടത് XC. ഓക്കെ, XC എന്ന് പറയുന്ന ഈ ഒരു സൈഡ് അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ആ പോയിന്റ് ആണ് C. ഓക്കെ, ഇനി അതുപോലെ തന്നെ വരുന്നത് ഈ ഒരു സൈഡിൽ വരുന്നത് എങ്ങനെയാണ്, A അല്ലേ, A എന്ന് പറയുന്ന പോയിന്റ് നമുക്കുണ്ട്. ഇവിടെ A1F എന്ന് പറയുന്ന ഒരു സൈഡ് ഉണ്ട് അല്ലേ, നമ്മൾ അൺബാലൻസ്ഡ് പോളിഗണിൽ വരുന്ന ഒരു സൈഡാണ് A1. അപ്പോൾ A1F-ന് പാരലായിട്ട് എയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, എയിൽ നിന്ന് ലൈൻ വരയ്ക്കുക. അത് ഓക്കെ, അത് എങ്ങനെയാണ്, എപ്പോഴാണോ എയിൽ നിന്ന് വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ XF എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത്, ആ പോയിന്റ് ആണ് F എന്ന് പറയുന്നത്. അതുപോലെ FE. ഓക്കെ, FE എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക.
അത് എക്സ് ഇ എന്ന് പറയുന്ന ലൈനിൽ എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റാണ് ഇ. ഓക്കെ, ഇതുപോലെ നമ്മൾ ഓരോ പോയിന്റും തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതേപോലെ ഡി ഇ കണ്ടുപിടിക്കും. ഇതേ മെത്തേഡിൽ നമുക്ക് എല്ലാ പോയിന്റ്സും എ ബി സി ഡി ഇ എഫ് എ, ഓക്കെ, എല്ലാ പോയിന്റ്സും കണ്ടുപിടിക്കാം. അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആക്ച്വൽ ക്ലോസ്ഡ് സർവേ അല്ലെങ്കിൽ ആക്ച്വൽ ക്ലോസ്ഡ് ട്രാവേഴ്സ് നമുക്കിവിടെ കിട്ടുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ആക്സിസ് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ലെങ്തിൻ്റെയും ഏത് ലെങ്ത് ആയാലും ആ ലെങ്തിൻ്റെ കറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഏത് ലെങ്തിൻ്റെ ആയാലും ഏത് ലൈനിൻ്റെ ആയാലും കറക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്താണ്, ദാറ്റ് ലെങ്ത് ഇൻറ്റു ഹാഫ് ഓഫ് ക്ലോസിംഗ് എറർ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ആക്സിസ്. ഓക്കെ, അതായത് ദാറ്റ് ലെങ്ത്, ഏതെങ്കിലും ലെങ്തിൻ്റെ കറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ലെങ്ത് ഇൻറ്റു ഹാഫ് ഓഫ് ക്ലോസിംഗ് എറർ ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ആക്സിസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അതുതന്നെ വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, ദ ആക്സിസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഷുഡ് ബി സോ ചൂസൺ ദാറ്റ് ഇറ്റ് ഡിവൈഡ്സ് ദ ഫിഗർ അപ്രോക്സിമേറ്റ്ലി ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അല്ലെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അല്ലെ, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിഗറിനെ എന്താണ് അപ്രോക്സിമേറ്റ്ലി 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ബാലൻസിങ് ഓഫ് ട്രാവേഴ്സാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന 4 മെത്തേഡ്സ് പറഞ്ഞായിരുന്നു. ബോഡിഷ് മെത്തേഡ് പറഞ്ഞു, ട്രാൻസിറ്റ് മെത്തേഡ് പറഞ്ഞു, ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോക്കുക, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രാഫിക്കൽ മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ